ഹായ് ഫാമിലീസ്, അപ്പോൾ ഇന്ന് നല്ലൊരു ഫ്ലവർ ഹെയർ ബോൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മേക്ക് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ 2 കളേഴ്സിലാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരെണ്ണം പിങ്കിലും ഒരെണ്ണം യെല്ലോയിലും. ഇത് നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ 8ാമത്തെ സെക്ഷൻ കൂടിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുറേ പേര് എനിക്കത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. കുറേ പേരൊക്കെ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ പ്രീത കോഴിക്കോട് നിന്ന് നമ്മുടെ വീഡിയോ കണ്ട് ചെയ്ത വർക്കാണ്. അതെനിക്ക് അയച്ചു തന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഗ്രോസ് ഗ്രെയിൻ റിബണാണ്. ഇത് 1 ഇഞ്ച് സൈസിലുള്ള റിബണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചാണ് റിബണിൻ്റെ സൈസ് വരുന്നത്. ഇനി ഞാൻ ഇത് 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അളന്നെടുത്തതിന് ശേഷം ഞാനിങ്ങനെ മടക്കിയിട്ട് നേരെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ വേറൊരു പീസും കൂടി അതേ അളവിൽ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് 5 റിബൺസിൻ്റെ 1 ഇഞ്ചുള്ള പീസാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 5 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുക്കാം. ഒരു പീസ് എടുത്തതിന് ശേഷം അത് നേരെ മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നിന്നും മുകളിലേക്ക് ഫ്ലവറിൻ്റെ ലീഫൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ഒരു പെറ്റൽ പോലെ നമുക്കിങ്ങനെ മുകളിലേക്ക് നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. എൻഡിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ ഞാൻ 5 എണ്ണം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരുപോലെ എടുക്കുന്നുണ്ട്. റിബൺ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പീസും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഷേപ്പും വരും. അതുപോലെ നമ്മൾ റിബണിൻ്റെ നൂലൊന്നും ഇളകിപ്പോകാതെ നല്ല രീതിയിൽ അത് ലോക്കായിട്ട് കിടക്കുകയും ചെയ്യും. ഇനി എല്ലാം ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ മേളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോന്നായിട്ട് നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തതും ഞാൻ എടുത്തിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് 5 പെറ്റൽസാണ് നമുക്ക് ആവശ്യം. 5 എണ്ണവും ഞാൻ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി 5 എണ്ണം ഒരുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ നമ്മൾ നൂലിൽ വെച്ച് കൊടുക്കാം. നേരെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ ടൈറ്റിൽ നമ്മൾ വലിച്ചു കൊടുക്കുക. നന്നായിട്ട് കൈവച്ചിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതൊരു പെറ്റൽ പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. അതിന് ശേഷം നമ്മൾ നല്ല വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ്റെ അകത്തേക്ക് നീഡിൽ ഇതുപോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിയുമ്പം ഇത് നല്ല ഫ്ലവർ പോലെ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പിറക് വശത്തായിട്ട് നല്ല പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പിറക് വശത്ത് തന്നെ നമ്മൾ അതുപോലെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ട് കൊടുക്കണം. കെട്ടിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ നൂല് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇനി ഫൈനലി ലുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകും. ഇതേപോലെ തന്നെ ഞാൻ 5 എണ്ണവും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു സ്റ്റോൺ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നോർമലി ഈ സ്റ്റോണ് നമ്മുടെ ക്ലോത്തിൻ്റെയും നൂലിൻ്റെയും ഒക്കെ മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഓക്കെ, ഫൈനലി നമ്മളെ ഫ്ലവർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5 എണ്ണം എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 എണ്ണം ഹെയർ ബാൻഡിലേക്കാണ്, 2 എണ്ണം
നമ്മുടെ ടിക് ടാക്ക് സ്നാപ്പ് ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ഇനി ഒരെണ്ണത്തിൻ്റെ ബാക്കിൽ ഞാനിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സാറ്റിൻ ഹെയർ ബാൻഡിൻ്റെ സൈഡായിട്ട് ഫസ്റ്റ് ഞാൻ വൺ സൈഡാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ അമർത്തി വെച്ച് കൊടുക്കുക കുറച്ച് സമയം. ഇല്ലെങ്കിൽ അത് എന്തായാലും ഊരിപ്പോരും. ഇല്ലെങ്കിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിന് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം അത് അവിടെ കിടന്ന് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മാറ്റാൻ പാടുള്ളൂ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഇനി ഞാനൊരു ഫെൽറ്റ് ഷീറ്റിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി അതിന് സെക്യൂർഡായി ഇരിക്കാനായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ പിറക് വശത്ത് ഹെയർ ബാൻഡിനോട് ചേർത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ അനങ്ങാതെ അവിടെ നല്ല രീതിയിൽ നിന്നോളും. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഫ്ലവറിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെ ഹെയർ ബാൻഡിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ ഭംഗി. ഒരു ഫ്ലവർ വെച്ച് കുറേ ദൂരം അടുത്തത് വെച്ച് കൊടുക്കുമ്പം അതിൻ്റെ ഭംഗിയൊക്കെ എന്താ ശരിക്കും നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ ഫൈനലി 3 ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക് ടാക്ക് ക്ലിപ്പ് ചെയ്തെടുക്കാം. ടിക് ടാക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവർ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. പിന്നെ വീണ്ടും നമുക്ക് അടുത്തതിൽ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. അതുപോലെ നമ്മുടെ ക്ലിപ്പും റെഡിയായി. ഞാനിനി വേറൊരു കളറിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇത് ഞാൻ അതിൻ്റെ കളർ തന്നെയുള്ള ഒരു ഹെയർ ബാൻഡിലാണ് ചെയ്തെടുത്തത്. 2 കളേഴ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ 2 ക്ലിപ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിലായെന്നും വിചാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടി പറയുന്നതാണ്, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.